സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കരിമണ്ട എന്ന് പറഞ്ഞൊരു കൊടിയുണ്ട്. അത് നമ്മൾ മഹോഗണിയിലാണ് ഫുള്ളിലി കയറ്റി വിട്ടിരിക്കുന്നത്. ഇതിലെല്ലാം തിരി പിടിച്ചിട്ടുണ്ട്, കണ്ടോ, ധാരാളമായിട്ട് തിരി പിടിച്ചിട്ടുണ്ട്. ധാരാളം ഹൈറ്റാണ് പോകുന്നത്. നമുക്കൊരു 10-14 അടി ഗോവണി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ഒരുപാട് ഇതിലേക്ക് തിക്കിലിയായിട്ട് ഏറ്റവും നല്ല അനുയോജ്യമായ മരം മഹോഗണിയാണ് നമുക്കിത് വെക്കാനായിട്ട്. നമ്മളിത് ഫുള്ളിലി വെച്ചിരിക്കുന്ന മഹോഗണിയിലാണ്. കണ്ടില്ലേ, ഫുള്ള് മഹോഗണി നമ്മൾ റൗണ്ട് അടിച്ചിരിക്കുകയാണ്. അതായത് നമ്മളൊരു 3 തിരിയാണ് കയറ്റി വിട്ടിരിക്കുന്നത്, 3 കൊടിയാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അത് നല്ല ധാരാളമായിട്ട് പടർന്ന ശിഖരങ്ങളൊക്കെ വെച്ച് മുകളിലേക്കാണ് ധാരാളമായിട്ട് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പറിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും ഹൈറ്റിലേക്കൊക്കെ പൊങ്ങിക്കൊണ്ട് ഗോവണിയൊക്കെ വെച്ച് വേണം നമുക്ക് പറിക്കാൻ. അപ്പം ധാരാളമായിട്ട് കിട്ടും. ഇപ്പം മഴയുടെയൊക്കെ ഒരു കുറവുകൊണ്ട്, അതായത് കൂടുതൽ കൊണ്ട് ഒരുപാട് കുരുമുളകിൻ്റെ മണികളിങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഇത് ധാരാളം ഹൈറ്റിലേക്കൊക്കെ പോകുന്നു, നല്ലപോലെ പിടിച്ച് കയറും ഈ മഹോഗണിയിൽ. പിന്നെ നമുക്ക് ഇതിന് ഇത്രയും ഗ്യാപ്പിൽ ഇത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാനൊക്കെ വളരെയധികം ഈസിയാണ്. ഇത് കണ്ടില്ല, മഹോഗണിയിൽ നല്ല രീതിയിൽ കട്ടയ്ക്ക് പിടിച്ച് വെക്കോളും, അത്യാവശ്യം നല്ല വലിപ്പവും ആയിക്കോളും. പിന്നെ മഹോഗണിക്ക് ശിഖരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വെട്ടിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്ലിയറായിട്ട് മഹോഗണിയിൽ ഈ കരിമണ്ട എന്ന് പറഞ്ഞ ഐറ്റംസ് ഈ കൊടി പിടിക്കും. പിന്നെ നല്ല അത്യാവശ്യം തണലും കിട്ടും ഈ മഹോഗണിയാണെങ്കിൽ. അത് ചുറ്റും ഇങ്ങനെ വിടന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ മണ്ടയിലേക്ക് കയറിപ്പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മൾ 2 സൈഡിൽ നിന്നാണ് തിരി കിട്ടുക. ഇത് കണ്ടോ, ഓരോ അരിമണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് മഴയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ലാതെ വേറെ ഒന്നും ഇല്ല. നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ധാരാളം കുരുമുളകൊക്കെ ലഭിക്കും. ഇതിപ്പോൾ കയറ്റി വെട്ടിക്കുന്ന മുഴുവൻ കരിമണ്ട എന്ന് പറഞ്ഞ കുരുമുളകാണ്. പക്ഷേ ഇതിന് തിരിക്ക് പലതും പല നീളത്തിലേക്കാണ് വരുന്നത്. ചിലതിന് നല്ല ധാരാളമായിട്ട് നീളം വരുന്നുണ്ട്. പിന്നെ ധാരാളമായിട്ട് തിരികൾ ഇട്ടിട്ടുണ്ട് റൗണ്ടിൽ, പക്ഷെ ഒരുപാട് തിരുമണിയൊക്കെ പോകുന്നു. ഇതിപ്പോൾ നമ്മളൊരു 5 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതായത് മഹോഗണി നട്ടിരിക്കുന്നത് അത് മുഴുവൻ കയറ്റി വിട്ടിരിക്കുന്നത്. അത് കുഞ്ഞു മഹോഗണിയിൽ വരെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് ചോട്ടിൽ ഇച്ചിരി മണ്ണൊക്കെ ചോട്ടിൽ നിന്ന് വെട്ടിയെടുക്കാതെ നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം എവിടുന്നേലും മണ്ണ് കൊണ്ടുവന്ന് നമുക്ക് ചൂട്ടിൽ കൊണ്ട് തൂമ്പ വയ്ക്കാതെ ചൂട്ടിൽ കൊണ്ട് ഇടുകയാണ് ഏറ്റവും നല്ലത്. ആണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഒരു 3 മാസം കൂടുമ്പോൾ ഇത്തിരി ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒരു ഇതുമില്ല. അത്യാവശ്യം മഴയില്ലെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ ഈ കൊടിയുടെ. ഇപ്പം ഞാൻ തിരി കാണിക്കാം. ഇത് കണ്ടില്ലേ, തിരിയുടെ നീളം കണ്ടോ, ധാരാളം നീളമുണ്ട്. പക്ഷേ മഴയുടെ ആ ഇതുകൊണ്ട് ഒരു അരമണിയൊക്കെ അങ്ങ് പോവുകയാണ് ഈ മൂക്കുന്നതിന് മുമ്പ്. കാലാവസ്ഥ യോജ്യമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാം കണ്ടില്ല, 5 അടി ഇപ്പോൾ ഒരു ചെറിയൊരു മരം കാണിച്ചു തരാം. അതിൽ വരെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ചെറിയതാണ്. അതിൽ നിറച്ചും ധാരാളമായിട്ട് കൊടി ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ മഹോഗണി അങ്ങ് വളർന്നു വന്നിട്ടില്ല. പക്ഷേ അതിനേക്കാളും മുമ്പിൽ കൊടി അങ്ങ് കയറിപ്പോയി. ഏറ്റവും നല്ല മഹോഗണി തന്നെയാണ്.